2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് ഇന്ന് കേരളം. മണ്ണാർക്കാട് മണ്ഡലത്തിൽ UDFിന്റെ സ്ഥാനാർത്ഥിയെ 4ാം വട്ടവും അഡ്വക്കേറ്റ് N ഷംസുദ്ദീനും മണ്ണാർക്കാട്ടുകാരനായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മൻസിൽ അബൂബക്കറും NDA മുന്നണിക്ക് വേണ്ടിയിട്ട് ഐസക് വർഗീസുമാണ് മത്സര രംഗത്തുള്ളത്. ഇന്ന് നാം ഉള്ളത് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ സൗത്ത് പള്ളിക്കുന്നിലാണ്. നമുക്ക് ജനങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ ചോദിച്ചു നോക്കാം. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ്. പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകദേശം ഇന്നുകൂടി അവസാനിക്കുകയാണ്. മണ്ണാർക്കാട് മണ്ഡലത്തിൽ ആർക്കായിരിക്കും മുൻതൂക്കം? സംസുവിന് അല്ലാതായിരിക്കും ഇവിടെ മുൻതൂക്കം വരിക, ഉറപ്പല്ലേ? എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പോടെ പറയുന്നത്? ഉറപ്പോടെന്ന് പറഞ്ഞാൽ ഇവിടെ ഓൻ കൊടുക്കുന്ന വികസനങ്ങൾ അവരെ ഇല്ലാന്ന് പറഞ്ഞാലും നമുക്കറിയാലോ അവർ കൊടുക്കുന്ന വികസനങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന്. അവർക്ക് പറയാനുള്ള ഒരു അട്ടപ്പാടി റോഡ്, ഒരു മറ്റേ കണ്ണംകുണ്ട് പാലം, അതിനിപ്പോൾ 14.5 കോടി ഇപ്പോൾ സംസുവിടെ ഫണ്ട് പാസ്സാക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്ര ഉറപ്പിൽ 3 മാസം കൊണ്ട് ഞാൻ ജയിച്ചു വന്നാൽ അത് റെഡിയാക്കി പാലം കെട്ടിത്തരാമെന്ന് പറയണത്. അതിപ്പോൾ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയുന്നതല്ലേ. അല്ലെങ്കിൽ എങ്ങനെ ഞങ്ങൾ 3 മാസം കൊണ്ട് ഒരു മന്ത്രിസഭയിൽ കയറുമ്പോഴത്തേനും പാലം ഉണ്ടാക്കുക? അത് സംസുവിൻ്റെ ഫണ്ട് അവിടെ 14.5 കോടി അവിടെ പാസ്സാക്കി കിടക്കുന്നുണ്ട്. അതന്നെ, അതുകൊണ്ട് സംസുവിനെ ജയിക്കുള്ളൂ. ഉറപ്പാണ് ഷംസു വിജയിക്കുമെന്ന്. നമുക്ക് മണ്ണാർക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടം എല്ലാം അവസാനിച്ചു. എന്തായിരിക്കും, ആർക്കായിരിക്കും വിജയസാധ്യത കാണുന്നത്? വിജയസാധ്യത UDF സംശു തന്നെ, അതിലൊരു സംശയമൊന്നുമില്ല. ഒരു 10-12 വോട്ട് ലീഡിലിപ്പോൾ സംശു ചെയ്യും. എന്തുകൊണ്ടായിരിക്കും ഇത്ര ഒരു ഉറപ്പ്? ഉറപ്പാണ് ജനങ്ങളെ ഓരോ വികസനങ്ങൾ തന്നെ. നമ്മളെ പള്ളിക്കുന്നിനെ സംബന്ധിച്ച് ഇവിടെ എത്രയോ വികസനങ്ങൾ, ഗ്രൗണ്ടിൽ അങ്ങനെ എല്ലാ റോഡുകൾ, പാലങ്ങൾ, ഇതൊക്കെ പോലെ വികസനം എന്നിപ്പോൾ എന്താ ഒന്നും പറയാനില്ലല്ലോ. സംസു 12,000 വോട്ടിൻ്റെ മുകളിൽ ഭൂരിപക്ഷത്തിൽ ചെയ്യും. ആർക്കായിരിക്കും വിജയ സാധ്യത കാണുന്നത്? സംസുദ്ദീൻ തന്നെ, ഉറപ്പാണ്. സംസുദ്ദീൻ തന്നെയാണ്, യാതൊരു സംശയമല്ല. തന്നെ സംസുദ്ദീൻ തന്നെ വിട്ടോളൂ, അത് നല്ല ഭൂരിപക്ഷത്തിന് വരും. ആര് വിജയിക്കുന്ന ഏട്ടന് തോന്നുന്നത്? ഞാൻ അബൂബക്കറിനെ തീർച്ചയായിട്ടും. എന്തുകൊണ്ടായിരിക്കും അബൂബക്കർ ജയിക്കുന്ന പറയുന്നത്? കാരണം 15 വരെ ഇവിടെ കോൺഗ്രസ് വെച്ചില്ല. ഈ മാർക്കറ്റ് വരിക്കട്ടെ, എന്തെങ്കിലും ഈ പാവകൾക്ക് ചെറിയൊരു തടികളുള്ളൂ. അതുകൊണ്ട് തന്നെ അബൂബക്കർ ജയിക്കുന്നുള്ളൂ. ഇടതുപക്ഷത്തിന്റെ നാട്ടുകാരനായ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് അഭിപ്രായം. ഇടതുപക്ഷത്തിനാണല്ലോ ഞാൻ, പക്ഷെ എന്തായാലും മൂപ്പർ വിജയിക്കണം. 15 വർഷം വരെ ഭരിച്ചതിനുള്ള വേറെ വല്ല കൂടുതൽ പുരോഗമനമൊന്നുമില്ല. റോഡുകൾ കുറേ ഉണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളായിരുന്നു. ആർക്കായിരിക്കും ഈ മണ്ഡലത്തിൽ വിജയ സാധ്യത? സംസുദ്ദീന വിജയസാധ്യത സംസുദ്ദീന കാണണം. എന്തുകൊണ്ടായിരിക്കും ഷംസുദ്ദീൻ വിജയിക്കുമെന്നൊരു പ്രതീക്ഷിക്കുന്നത്? അയാൾ വികസന കാര്യങ്ങളുണ്ടല്ലോ, വികസനം കൊണ്ട് തന്നെയാണ്. 15 വർഷമായിട്ട് വികസനം തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇടത് വർഷം പറയണ ഒരു കണ്ണംകുണ്ട് പാലത്തിൻ്റെ പേരാ പറയണ, അത് മാത്രമേ അവർക്ക് എടുത്ത് പറയാനുള്ളൂ. പക്ഷേ അതും പാസ്സായി കിടക്കുന്നുണ്ട്. അടുത്ത മന്ത്രിസഭ വന്നാലും ഇപ്പോൾ സംസുദ്ദീൻ ആ പാലം ഇപ്പോൾ പണിയും. അപ്പോൾ 15-14 കോടിയൊക്കെ അതിനും പാസ്സായി കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ശംസുദ്ദീൻ അല്ലെങ്കിലും അടുത്ത വർഷമാണെങ്കിലും അത് ആ പാലം അടുത്തതിൽ വരും. അപ്പോൾ സാധ്യത കാണുന്നത് ശംസുദ്ദീൻ തന്നെ. എത്രത്തോളം ഭൂരിപക്ഷം നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഭൂരിപക്ഷം ഒരു 10-15 ഇടയിലുണ്ടാവും. ആര് ജയിക്കുന്നാണ് പ്രതീക്ഷിക്കുന്നത്? സംസുദ്ദീൻ ജയിക്കും. എന്തുകൊണ്ടായിരിക്കും? സംസുദ്ദീൻ ജയിക്കും. 15 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ അവൻ വീണ്ടും ജയിക്കും. ആര് വിജയിക്കുന്നാണ് പ്രതീക്ഷിക്കുന്നത്? അരിവാള് ജയിച്ചു, അതിനെ വേണ്ടുള്ളൂ ഞങ്ങൾക്ക്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അത്രയും പ്രതീക്ഷ? എന്താ ഞാൻ പറയുന്നത്? അല്ല, ജയിച്ചോളതൊക്കെ ഇപ്പം അതന്നെയല്ലേ ജയിച്ചേക്കണത്, അതോട്ട് തന്നെ പറയണത്, അല്ല ഒന്നുമല്ല. ആര് വിജയിക്കുന്നാണ് പ്രതീക്ഷ? ഇപ്പൊ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. ഇപ്പൊ ബലാബലാണ് നമ്മുടെ കാഴ്ചപ്പാടില്. ബലാബല 2 ടീം. പ്രവചനത്തിന് അതീതമാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതെ, അതാണത്. 4-ാം തീയതി അറിയുള്ളൂ. ഇപ്പൊ 2 പേരും ഒരേ ഇതിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആരെന്ന് പറയാൻ പറ്റില്ല, അപ്പൊ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. മണ്ണാർക്കാട് മണ്ഡലത്തില് ആര് വിജയിക്കുന്നാണ് പ്രതീക്ഷിക്കുന്നത്? സംസുദ്ദീൻ തന്നെ, വേറെ ആരുമല്ല. അത് ഉറപ്പല്ലേ, അത് വിജയിച്ചു കഴിഞ്ഞതാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്ര ഉറപ്പോടെ പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ വികസനം തന്നെ. അതായത് എന്തെങ്കിലും ഒരു മോശപ്പെട്ട് ചെയ്തിട്ട് വേണ്ടേ.
നല്ലതെന്ന് മാത്രമല്ല ചെയ്യണുള്ളൂ. അപ്പോൾ സംസുദ്ദീൻ തന്നെ ഗുണം ആർക്കാണ് അവർക്ക് വോട്ട് കൊടുക്കും. വേറെ ഒന്നും പറയാനില്ല, അതന്നെ ഉള്ളൂ. മണ്ണാർക്കാട് മണ്ഡലത്തിൽ ആര് വിജയിക്കും? മണ്ണാർക്കാട് മണ്ഡലത്തിൽ വിജയിക്കാൻ ഇപ്പം 3 വർഷമായിട്ട് ശംസുദ്ദീനായിരിക്കും ആദ്യം ചാൻസ്. നാലാം തവണയും ശംസുദ്ദീൻ തന്നെ വിജയിക്കുമെന്നാണ്. പക്ഷേ മാറ്റങ്ങൾ വരികയാണ് നല്ലതെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ശംസു ജയിക്കുമെന്ന് തോന്നണേ. ഓക്കെ, ആര് വിജയിക്കുന്നൊക്കെയാണ് പ്രതീക്ഷ? ഇപ്പോൾ UDF ജയിച്ചു എന്നാണ് മനസ്സിലായി. എന്തുകൊണ്ടായിരിക്കും? എന്താണ് അതിനൊരു കാരണമായിട്ട് കാണുന്നത്? കാരണം അങ്ങനെ ഒരു കാരണമൊന്നുമില്ല. ഞങ്ങൾക്ക് പ്രതീക്ഷ അതാണ്, UDF ശംസുദ്ദീൻ ജയിക്കുന്നില്ല. മണ്ണാർക്കാട് മണ്ഡലത്തിൽ ആര് വിജയിക്കുന്നതാണ് ഒരു പ്രതീക്ഷ പുലർത്തുന്നത്? സംസുദ്ദീൻ. എന്തുകൊണ്ടായിരിക്കും? അതാ പറഞ്ഞു, ആള് കുഴപ്പമില്ല. സ്ഥാനാർത്ഥിയുടെ മികവ് അല്ലേ? സ്ഥാനാർത്ഥിയുടെ മികവ്. മണ്ണാർക്കാട് മണ്ഡലത്തിൽ ആര് നേടും മണ്ഡലത്തെ? മണ്ഡലം മുമ്പ് പ്രതിനിധീകരിച്ച ആളുണ്ടല്ലോ, അതാണ് ഹോപ്പ്. ഇല്ല, UDF വരുന്നില്ലാണ് നമ്മളെ ഇതിൽ മുൻ പ്രവർത്തനങ്ങൾ വെച്ചിട്ട് UDF വരുന്നില്ല നമ്മളെ എന്താ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്രാവശ്യം UDF പരാജയപ്പെട്ടിട്ടില്ല, ഇനി പരാജയപ്പെടില്ല. ടൈറ്റ് മത്സരമാണ്. എന്തായാലും സംസു തോറ്റു കിടക്കുക. ഇടതുപക്ഷം വിജയിക്കും, മുന്നേറും, ഉറപ്പല്ലേ. എത്രത്തോളം ഭൂരിപക്ഷം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു? ഭൂരിപക്ഷം 10ന്റെ മേലുണ്ടാവും. മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ ഒരു പ്രതീക്ഷ എന്താണ്? സംസുദ്ദീൻ വരും, നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. ഒരു പ്രതീക്ഷ, ഒരു സംശയമല്ല. ശംസുദ്ദീൻ 4ാം പ്രാവശ്യം വരും അയാൾ ജനങ്ങളുടെ ഹൃദയത്തിൽ കയറിയ ആളാണ്. അയാളെ മറിച്ചിറങ്ങി നല്ല ഇതൊന്നും പോരാ. മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? മണ്ണാർക്കാട് ഒരു മാറ്റം വരണം നമ്മൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ ഒരു മാറ്റം വരണം, മണ്ണാർക്കാട് ഒരു മാറ്റം വരണം. പ്രത്യേക ഒരു രാഷ്ട്രീയമൊന്നും നമുക്കില്ല, നമ്മളങ്ങനെ ഉദ്ദേശിക്കുന്നത്. മാറ്റം എന്ന് ഉദ്ദേശിക്കുമ്പോൾ മണ്ണാർക്കാട് ഒരു മാറ്റം വരണം. 5 വർഷമായിട്ട് UDFൻ്റെ കയ്യിലാണ്. അപ്പോൾ LDF കിട്ടണമെന്നല്ലേ അതിനർത്ഥം. അത് ഭരണം അതേമാതിരി കേരളത്തിൻ്റെ ഭരണം UDFനാണെന്നും താല്പര്യമുണ്ട്. പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് നമുക്ക് താല്പര്യമില്ല ചുരുക്കം. മണ്ണാർക്കാട് ഇടതുപക്ഷം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതെ, തീർച്ചയായും. മണ്ണാർക്കാട് മണ്ഡലത്തിൽ ആര് വിജയിക്കും? സംസുദ്ദീൻ വിജയിക്കും, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും, ഷുവർ. സംസു UDF സംസുദ്ദീനല്ലാതെ വേറെ ഒന്നും വിജയിക്കില്ല. അത്രയ്ക്ക് ചെയ്തിരിക്കണമല്ലോ മണ്ണാർക്കാട്. എല്ലാവർക്കും അറിയണതല്ലേ, കുന്തിപ്പുഴ പാലം, അവിടുത്തെ ബ്ലോക്ക്, ഇതൊക്കെ സംസു തന്നെ. അപ്പൊ മണ്ണാർക്കാട് മണ്ഡലത്തിൽ ആര് നേടുന്നാണ് ഒരു പ്രതീക്ഷിക്കുന്നത്? ചെറിയ പ്രതീക്ഷ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം വിജയിക്കും. ഞാൻ എൻ്റെ കാര്യമില്ല പറയാൻ പറ്റില്ല. മണ്ണാർക്കാട് മണ്ഡലത്തിൽ ആര് വിജയിക്കുന്ന തന്നെ വരുള്ളൂ. മനസ്സിലാ അബൂബക്കർ LDF. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ പാർട്ടിൻ്റെ ആളാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ അഭിപ്രായം പറയണത് മാത്രം. ഞാൻ LDFൻ്റെ ആളാണ്. 40 കൊല്ലം വോട്ട് ചെയ്യുന്ന LDFനാണ്. പോരെ സംസുദ്ദീൻ അല്ലാതായിരിക്കും